നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അഭിമാനം തോന്നിയ നിമിഷം നമുക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സദസ്സ് അത് ആഗ്രഹിക്കുന്നു. ഒരധ്യാപകൻ നമുക്ക് ആകെ 1 മിനിറ്റ് സമയമേ അനുവദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ 1 മിനിറ്റിൽ 1/3 സംഗ്രഹിച്ച് അഭിമാന നിമിഷത്തെ ഓർത്തെടുക്കാനുള്ള ഒരു സമയം. മാഷാ അല്ലാ. അവിടെ ഒരു മൈക്ക് കൊടുത്തേക്കണേ. സാറെ ഒന്ന് പരിചയപ്പെടുത്തുകയും സ്കൂള് ഏതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം. എൻ്റെ പേര് ഷാനിയാസ്. ഞാൻ കോഴിക്കോട് നന്ദി സ്വദേശിയാണ്. മലപ്പുറം പൂക്കിപ്പറമ്പ് വാളക്കുളം ഹൈസ്കൂളിൽ കഴിഞ്ഞ 19 വർഷമായി അധ്യാപകനായി ജോലി ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് ഇത് 4ാമത്തെ ടീച്ചർ കോൺഫറൻസാണ്. അതിൽ 4ലും പങ്കെടുക്കാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാ. ഞാൻ എൻ്റെ ഒരു അനുഭവം, ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ 19 വർഷത്തിൽ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, ഏതാണ്ട് 8 മാസം മുമ്പ് ഞാനിങ്ങനെ കരിമ്പിൽ സെലഫി മസ്ജിദിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, അത് താടിയൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ വന്ന് കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പെട്ടെന്ന് എനിക്ക് ആ കുട്ടിയെ ഓർമ്മയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, മാഷനെ ഓർക്കുന്നുണ്ടോ എന്ന് വെച്ച്. അങ്ങനെയാണ് ഞാനൊരു 10 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. കരിമ്പിൽ ടൗണിൽ ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ഒരു പ്രായമുള്ള കൂടെ ഒരു കുട്ടി. ഞാനന്ന് അവനെ നോട്ട് ചെയ്തു. കാരണം അവനെ കണ്ടപ്പോൾ 13-14 വയസ്സുള്ള കുട്ടിയാണ്. സ്ഥിരമായി അവനെ ഇങ്ങനെ അവിടെ കൂടെ കാണും. സ്കൂൾ ടൈമിൽ പോലും അവൻ സ്കൂളിൽ പോകാതെ ഈ കരിമ്പ് ജ്യൂസിൽ അയാളെ സഹായിക്കുന്ന കണ്ടപ്പോൾ ഒരിക്കലും ഞാൻ അവനെ പേഴ്സണലായി സംവദിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു പള്ളി ദർശി പോയി പാതി വഴി വിദ്യാഭ്യാസം നിർത്തിയൊരു കുട്ടിയാണ്. അങ്ങനെ ഞാൻ അയാളോട് സംസാരിച്ചു, അയാളുടെ കൂടെ. പക്ഷേ ഈ മനുഷ്യൻ വളരെ മാന്യരായിരുന്നു. സാധാരണ ഒരു കുട്ടിയെ കൂടെ നിർത്തുന്നവരെ കൊണ്ടുവരാൻ ആരും സമ്മതിക്കും. ഞാൻ പറയുന്ന ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനെ പഠനം നിർത്തി. തീർച്ചയായിട്ടും അവനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലിയിൽ മാത്രം നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംവദിക്കുകയും അവസാനം ആ കുട്ടി എൻ്റെ വിദ്യാലയത്തിലേക്ക് വരികയും അങ്ങനെ അവിടെ 10ാം ക്ലാസ്സിൽ നല്ല ഗ്രേഡ് വാങ്ങി അവൻ പോയി എന്ന് വെച്ചാൽ പിന്നീട് അവനങ്ങനെ കാണുന്നില്ല. അങ്ങനെയാണ് പിന്നീട് കരിമ്പിലെ ഈ ഒരു 8 മാസം ഉള്ള കൂടിക്കാഴ്ച മനസ്സിലാക്കാൻ സാധിച്ചത്. ലണ്ടനിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരു നല്ലൊരു ബിസിനസ്സുകാരനായി ആ കുട്ടി മാറി എന്നറിഞ്ഞപ്പോൾ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു അഭിമാനമായി ഞാൻ ആ നിമിഷത്തെ ഇന്നും ഓർക്കുന്നു. അൽഹംദുലില്ലാഹ്. അധ്യാപന ജീവിതത്തിൽ അധ്യാപകർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് പ്രത്യേകിച്ചും എനിക്കത് ഉണ്ടാക്കി തന്നു.